empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ വചനത്തിൽ നമുക്ക് പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്ന മഹത്തായ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് മഗ്ദലന മറിയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. തൻ്റെ ആ പഴയ ജീവിതം, തിന്മകളാൽ നിറഞ്ഞ, തിന്മയുടെ സ്വാധീനത്താൽ വലഞ്ഞിരുന്ന ആ ഒരു പഴയ ജീവിതത്തിൽ നിന്ന് കർത്താവ് അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ശേഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു മാറ്റം, കർത്താവിനോട് വിട്ടുപിരിയാത്ത ആ ഒരു സ്നേഹം, ആ ഒരു കമ്മിറ്റ്മെന്റ്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അവിടെ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? തുടർന്ന് 38-ാം വാക്യത്തിൽ തുടരുകയാണ്, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ് ശ്ലീഹായുടെ അതേ ഉറപ്പാണ് മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടത്. ഒന്നിനും, ഈ ലോകത്തിലുള്ള വരാനിരിക്കുന്നതോ ആയ യാതൊന്നിനും മഗ്ദലന മറിയത്തിനെ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നാം ആ രംഗങ്ങളൊക്കെ കണ്ടതാണ്. സങ്കീർത്തകനായ ദാവീദ് 71-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം ലോകത്തോട് ഏറ്റു പറയുന്നുണ്ട്, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ഇത് തന്നെയായിരുന്നു മഗ്ദലന മറിയത്തിന്റെയും സാക്ഷ്യം. കർത്താവിന്റെ പ്രവർത്തികളുടെ സാക്ഷ്യമായിരുന്നു ആ ജീവിതം. പിന്നീട് അങ്ങോട്ട് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതും ഇതേ ഒരു സാക്ഷ്യ ജീവിതത്തിലേക്കാ. ഈ ലോകത്തിൽ മറ്റൊന്നും നാം പ്രകീർത്തിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ, അവിടുത്തെ അത്ഭുത പ്രവർത്തികളെയാണ് നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഈ ഒരു ആഗ്രഹത്തോടെ, ഈ ഒരു കൃപയ്ക്കായി നമുക്കൊന്നു ചേർന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഐക്യത്തോടെ ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാക്ഷ്യമായി നമ്മളുടെ ജീവിതം മാറുവാൻ, ഈ ലോകത്തിലെ ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താനാവാത്ത വിധം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കടന്നു വരുവാൻ ആ ഒരു കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരും നിദാ ഞങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരൂപിതൻ വരവും കൃപയും ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അരൂപിയാൽ നിറയാൻ കവിയാൽ വരും നിദാ ഞങ്ങൾ, ആമേൻ. ആത്മാവേ കടന്നു വരണമേ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് കമ്മിറ്റഡ് ആയി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം ആയിരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹായകൻ അണയുമ്പോൾ സദാവസിച്ചവനുള്ളിൽ അനുസ്മരിപ്പിച്ചിടും ആനന്ദമാമെൻ വചനം. ഹല്ലേലൂയ. സദാവസിച്ചവനുള്ളിൽ സനുസ്മരിപ്പിച്ചിടും ആനന്ദമാമെൻ വചനം. അരൂപിയായി
ആരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ആരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിദാ ഞങ്ങൾ. ആരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. 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 ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ വിളിക്കനുസൃതം ജീവിക്കുവാൻ, കർത്താവിന് പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് വേണ്ടിയുള്ളതായി തീരുവാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും വിശ്വാസത്തിനു വേണ്ടി ധീരമായ നിലപാടുകൾ എടുത്ത 2 ജീവിതങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. 2 പേരെ ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് അവരുടെ ധീരമായ നിലപാടുകളെ, അവരുടെ വിശ്വാസ ജീവിതത്തെ പരിശുദ്ധ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നവരാണ് ഷിഫ്ര, പൂവ എന്നിങ്ങനെ 2 ഹെബ്രായ സൂതി കർമ്മിണികളെ. നമുക്കറിയാം അവരെക്കുറിച്ചുള്ള പശ്ചാത്തലമൊക്കെ എന്താന്ന്. പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ അടിമവേലയിലായിരുന്ന ഇസ്രായേൽ ജനം അവർ എണ്ണത്തിൽ പെരുകി വരുന്നത് കണ്ടപ്പോൾ അവിടുത്തെ അധികാരിയായിരുന്ന ഫറവോ ഭയപ്പെടുകയാണ്. അവരുടെ ആ ഒരു സംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി ഫറവോ പുതിയൊരു നിയമത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് വരാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്നു പേരായ 2 ഹെബ്രായ സൂതി കർമ്മിണികളോട് പറഞ്ഞു. 2 ഹെബ്രായ സൂതി കർമ്മിണികളോട് പറഞ്ഞു. അപ്പോ അവരുടെ ആ ഒരു ഉത്തരവാദിത്വം അവിടെ എന്താണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. അവർ സൂതി കർമ്മിണികളാണ്. നമ്മൾ കുടുംബജീവിതത്തിലൂടെ വളരെ വിജയകരമായി വിശ്വസ്തയോടെ ജീവിച്ചു കാണിച്ചവരെ കണ്ടുമുട്ടി. കർത്താവിൻ്റെ സാക്ഷ്യത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിച്ചവരെ നമ്മൾ കണ്ടുമുട്ടി. ഇതിലൂടെ ഷിഫ്ര, പൂവ എന്നിവരിലൂടെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്, കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ സൂതി കർമ്മിണികൾ എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ പ്രൊഫഷണലിസം ആണോ എന്നൊക്കെ. അവരുടെ ആ ഒരു റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ 16-ാം വാക്യം കൂടി വായിക്കേണ്ടതായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം. അവിടെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ. ഫറവോ വന്ന് ഈ ഹെബ്രായ സൂതി കർമ്മിണികളോട് പറയുകയാണ്, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം. പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. ഇവിടെ ആ ഈജിപ്തിന്റെ പരമോന്നത ഭരണാധികാരിയായിരുന്ന ഫറവോ നേരിട്ട് വന്നിട്ടാണ് അവരുടെ ഡ്യൂട്ടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ നേരിട്ട് ഫറവോയുടെ കീഴിലെ ജോലിക്കാരായിരുന്നു
ഈ സൂതി കർമ്മിണികൾ. അവർ രണ്ടുപേരും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരുന്നു അന്നത്തെ ഈജിപ്ത് സാമ്രാജ്യത്തിന്റെ തന്നെ. ഫറവോയുടെ കീഴിൽ നേരിട്ട് വരുന്ന ഒരു ജോലിയിലാണ് അവർ വ്യാപരിച്ചിരുന്നത്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൈ പൊസിഷൻ ആണ്. നേരിട്ട് ഫറവോയിൽ നിന്നും ഓർഡർ സ്വീകരിക്കുന്ന, കൽപ്പനകൾ സ്വീകരിക്കുന്ന രണ്ട് ഹെബ്രായ സൂതി കർമ്മിണികളെ നമ്മൾ അവിടെ കാണുന്നത്, ഷിഫ്ര, പൂവ. എന്നാൽ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? 17-ാം വാക്യത്തിൽ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ അവർ ചെയ്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഫറവോയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നമുക്കറിയാം ഫറവോ എന്ന് പറയുമ്പോൾ എത്രമാത്രം പവർഫുൾ ആണെന്ന് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽക്കാരെ മുഴുവൻ ക്രൂരമായി അടിമത്തത്തിൽ കൊണ്ടുപോയിരുന്ന ഫറവോ രാജാവ്, അദ്ദേഹം ആണ് ഈ സൂതി കർമ്മിണികളോട് ഓർഡർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവർ ദൈവഭയമുള്ളവരായിരുന്നത് കൊണ്ട് ഫറവോ പറഞ്ഞത് അവർ അനുസരിച്ചില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ പാഠം കിടക്കുന്നത്. ദൈവഭയമുള്ള പ്രൊഫഷണൽ ലൈഫിൽ ദൈവഭയത്തോടെ വ്യാപരിക്കുന്ന രണ്ട് സഹോദരിമാരെ നമ്മൾ അവിടെ കാണുന്നത്. ഹൈ ഗവൺമെന്റ് ഉദ്യോഗമാണ്, പക്ഷേ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ കർത്താവിനോടുള്ള ഒരു സമർപ്പണത്തിൽ നിൽക്കുകയാണ്. ആ ജോലിയിൽ കർത്താവിനെതിരെ നിൽക്കേണ്ടതായി വരുമ്പോൾ അവർക്ക് അവരുടേതായ നിലപാടെടുക്കാൻ സാധിക്കുകയാണ്. അവിടെയാണ് നാം ഓരോരുത്തർക്കും ഷിഫ്രയും പൂവയും ഒരു വെല്ലുവിളിയായി തീരുന്നത്. തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ തങ്ങളെ കവർ ചെയ്യുവാൻ, പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകുവാൻ തങ്ങളുടെ ദൈവത്തിന് സാധിക്കുമെന്ന ഉറച്ച ബോധ്യം ഇവർ നമുക്ക് നൽകുകയാണ്. അവരുടെ ജീവിതത്തിലൂടെ അതൊരു പാഠമായി നമ്മൾ പഠിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വെറുതെ അല്ല ഷിഫ്രയുടെയും പൂവയുടെയും ജീവിതം ഈ കുറച്ച് വാക്യങ്ങളിൽ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അവരിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മൾ എത്ര വലിയ ഉദ്യോഗത്തിലാണെങ്കിലും, എത്ര വലിയ രാജാവിൻ്റെയോ എത്ര വലിയ അധികാരിയുടെയോ കീഴിലായിരുന്നാലും, എവിടെ ആയിരുന്നാലും ദൈവഭയത്തോടെ വ്യാപരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്താണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഷെക്കന ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ആ ഒരു ശുശ്രൂഷ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ സപ്താത്മാക്കളെ കുറിച്ച്. അതിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ പഠിച്ചതാണ് ദൈവഭയത്തിന്റെ ആത്മാവിനെ കുറിച്ച്, സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ഗോഡ്. ആ ദൈവഭയത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവിനെ വലിയൊരു ശക്തിയായി കണ്ടുകൊണ്ട് കർത്താവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണോ? കർത്താവ് സോവറിൻ ഗോഡാണ്, സർവാധികാരിയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ മറ്റേത് അധികാരത്തെക്കാളും ഉപരിയാണ് എൻ്റെ കർത്താവ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുവാനായി സാധിക്കുന്നത്. അത് പേടിച്ചുകൊണ്ട് മാനുഷികമായി നമ്മൾ അധികാരികളെ പേടിക്കുന്ന ഒരു മനോഭാവമുണ്ട്. അതല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്ന്, ബഹുമാനത്തിൽ നിന്ന് കർത്താവിൻ്റെ നിയമങ്ങളോട് വിശ്വസ്തത പാലിക്കുവാനുള്ള ഒരു ഭയം അത് നമുക്കുണ്ടാകണം. ഇതിനെക്കുറിച്ച് വ്യക്തമായി നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 10-ാം അധ്യായം 12-ാം വാക്യം, നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേലേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും നിങ്ങൾ അവിടുത്തെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെടണം. ദൈവഭയത്തിൽ നമ്മൾ വ്യാപരിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് കർത്താവ് ഒരു ഏകാധിപതിയായി എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു രാജാവായി മാറാനല്ല. ദൈവഭയത്തോടെ വ്യാപരിക്കുമ്പോൾ എന്തൊക്കെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നതെന്ന് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ദൈവഭയത്തോടെയാണ് സകല വിശുദ്ധരും വ്യാപരിച്ചിരുന്നത്. ആ ദൈവഭയമാണ് അവരെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള അവരുടെ മോട്ടിവേഷനായി നിന്നിരുന്നത്.
തങ്ങളുടെ ദൈവത്തിനോടുള്ള ആ ഒരു ഭയഭക്തി ആദരവ്, അതിൽ നിന്നാണ് ആ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചത്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, കർത്താവിനെ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് കർത്താവിനെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പൗലോസ്ലീഹായുടെ മിഷൻ പ്രവർത്തനത്തിൽ വലിയ ഒരു ഉത്തേജനമായിരുന്നു എന്ത്? കർത്താവിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഭയം, ദൈവഭയം. അതാണ് ജനങ്ങളെ സുവിശേഷം അറിയിക്കാൻ, കർത്താവിന്റെ മാർഗത്തിൽ നടക്കാൻ അവരെ പ്രേരിപ്പിക്കാനായി പൗലോസ്ലീഹായെ പ്രചോദിപ്പിച്ചിരുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നേ? കർത്താവിനോടുള്ള ഭയമായിരുന്നു, ആ ഒരു സ്നേഹത്തിന്റെ പാരമ്യമായിരുന്നു, ആ ഒരു ഭയഭക്തി ബഹുമാനമായിരുന്നു. അതിൽ നിന്ന് കർത്താവ് എന്താ പ്രതീക്ഷിക്കുന്നേ? ദൈവഭയം എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം നമ്മൾ വായിച്ചതിന്റെ ബാക്കി ഭാഗത്ത് 12-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും, കർത്താവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും, അവിടുത്തെ സ്നേഹിക്കുകയും, അവിടുത്തെ സ്നേഹിക്കുകയും, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും, അവിടുത്തെ സേവിക്കുകയും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്നു നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ഞാൻ ഇന്നു നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ്? എന്താണ്? ദൈവഭയത്തിൽ ഇതെല്ലാം വരുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കുക. അതാ പേടിയിൽ നിന്നല്ല, കർത്താവിനെ പൂർണ്ണമായും സ്നേഹിച്ച് കർത്താവിനെ സേവിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെല്ലാം പാലിക്കുക. ദൈവഭയമുള്ള ഒരു ആത്മാവിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് നമ്മൾ ശിഫ്രയിലും പൂവയിലും കാണുന്നത്. അവർ ദൈവഭയമുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവർ ഐക്യപ്പെട്ടിരുന്നവരാണ്. കർത്താവിനോട് കമ്മിറ്റഡ് ആയിരുന്നു. കർത്താവിന്റെ നിയമങ്ങൾ അറിയുന്നവരും അതനുസരിക്കാൻ സന്നദ്ധതയുള്ളവരുമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തലമുറയിലേക്ക് നമ്മളൊന്ന് നോക്കിയേ. ഇന്ന് ദൈവഭയം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മളിൽ തന്നെയും ഈ ദൈവഭയം ഉണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിനെതിരെ നിൽക്കുമ്പോൾ, കർത്താവിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക്, വചനങ്ങൾക്ക്, കൽപ്പനകൾക്ക് എതിരായി നമ്മൾ ചരിക്കുമ്പോൾ സ്വല്പമെങ്കിലും ഒരു ഭയം നമുക്ക് വരുന്നുണ്ടോ? കർത്താവിനെ വേദനിപ്പിച്ചുവല്ലോ എന്നൊരു വിഷമം നമുക്ക് വരുന്നുണ്ടോ? ഇന്നത്തെ ഈ തലമുറയെ നോക്കി പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, അവർക്ക് ദൈവഭയമില്ല. അവർക്ക് ദൈവഭയം ഇല്ല. ഇന്നത്തെ തലമുറയിൽ ദൈവഭയം തെല്ലുമില്ല എന്ന് വേണം നമ്മൾ പറയുവാനായിട്ട്. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് തന്നെ അത് മനസ്സിലാകും. കർത്താവിനെ സ്വല്പമെങ്കിലും ഭയമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമോ? ഈ പോകുന്ന പോക്കിൽ സുഖമായി ഈ ലോകത്തിൽ ഇങ്ങനെ ആനന്ദിച്ച് ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിൽ മുഴുകി സ്വർഗത്തെയോ നമ്മുടെ കർത്താവിനെയോ കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ഇങ്ങനെ പോകുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ദൈവഭയം ഇല്ല. ഇവരെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നുണ്ട്, വലിയൊരു വാർണിംഗ് നൽകുന്നുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം, അവിടെ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ദൈവഭയം ഇല്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. സോദോം ഗൊമോറയില് കർത്താവ് നൽകിയ ആ ഒരു ശിക്ഷ, ആ ഒരു ദൈവിക വിധി, അതെന്തിനായിരുന്നു? ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഉള്ള ഒരു ഗുണപാഠമായിരുന്നു അത്. ഇന്ന് നമ്മൾ എത്ര ഭയത്തോടെ ഈ വചനം കേൾക്കേണ്ടത്? അവിടുന്ന് നൽകിയ ഗുണപാഠം, അതിനെക്കുറിച്ചൊക്കെ ആര് ചിന്തിക്കുന്നു അല്ലേ? കർത്താവ്
ദൈവഭയം ഇല്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് നൽകുന്ന ഒരു ഗുണപാഠമായിരുന്നു അത്. ദൈവഭയം ഇല്ലാതെ ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടുവാൻ, നാം ഓരോരുത്തരും നിറയപ്പെടുവാനായി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സോദോം ഗൊമോറയിൽ സംഭവിച്ചത് വലിയൊരു താക്കീതായിട്ടാണ് കർത്താവ് നൽകുന്നത്. വലിയൊരു ഗുണപാഠമാകണം. അതായത് അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ദൈവഭയം ഇല്ലാതെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഗുണപാഠം സ്വീകരിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഷിഫ്ര പൂവ എന്ന വലിയ 2 സുവിശേഷകർ എന്ന് തന്നെ വേണം പറയാൻ. അന്ന് അവർക്ക് സുവിശേഷമൊന്നും നൽകപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ അത്രയും വലിയ സാമ്രാജ്യത്തിൽ, അത്രയും വലിയ ഉദ്യോഗത്തിലായിരിക്കുമ്പോൾ, ഫറവോ രാജാവിൻ്റെ വിജാതീയനായ, ദൈവത്തെ അറിയാത്ത ഫറവോയുടെ കീഴിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ദൈവഭയത്തോടെയാണ് വ്യാപരിച്ചത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നു എന്ന് പരിശുദ്ധ വചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നതും ഈ ഒരു ദൈവഭയത്തിലേക്കാണ്. നാം എവിടെ ആയിരുന്നാലും, നമ്മുടെ കുടുംബത്തിലാകാം, നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിലാകാം, നമ്മളായിരിക്കുന്ന ഓരോ സർക്കിളുകൾ അതിലാകാം, എവിടെ ആയിരുന്നാലും ദൈവഭയത്തോടെ വ്യാപരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഒരിക്കൽ കൂടി ദൈവഭയത്തോടെ വ്യാപരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ കർത്താവ് നൽകുന്ന ആ ഒരു ആഹ്വാനങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്നു നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ് ദൈവഭയത്തോടെ, അതായത് കർത്താവിന്റെ മാർഗത്തിൽ നടക്കുവാൻ, കർത്താവിനെ പരിപൂർണമായും സ്നേഹിക്കുവാൻ, അവിടുത്തെ സേവിക്കുവാൻ, കർത്താവ് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുവാൻ. കൽപ്പനകളും ചട്ടങ്ങളും എന്ന് പറയുമ്പോൾ പരിശുദ്ധ വചനത്തിൽ അതെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ ഗൈഡ് ലൈൻസും പരിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഷിഫ്ര പൂവ എന്ന 2 സഹോദരിമാരിലൂടെ, ആ ഹെബ്രായ സൂതി കർമ്മിണികളിലൂടെ പ്രൊഫഷണൽ ലൈഫിൽ വരെയും അവർ ദൈവഭയത്തോടെ വ്യാപരിച്ചതിൻ്റെ ആ ഒരു മഹാത്മ്യത അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. അടുത്ത എപ്പിസോഡുകളിലൂടെ ആ ദൈവഭയത്തിൽ വ്യാപരിച്ച് അവരെടുത്ത നിലപാടുകളെ, അവരെടുത്ത ധീരമായ സ്റ്റെപ്പുകളെ, അതിൻ്റെ ബാക്കി എന്തൊക്കെയാ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പഠിക്കാനായി പോവുകയാണ്. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, ദൈവഭയത്തിൽ ജീവിക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ, മക്കളുടെ മുമ്പിലാകാം, ജീവിത പങ്കാളിയുടെ മുമ്പിലാകാം, അധികാരികളുടെ മുൻപിലാകാം, ആരുമായിക്കൊള്ളട്ടെ, എവിടെ ആയിരുന്നാലും ദൈവഭയത്തിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകണം. കർത്താവിന് ഏറ്റവും പ്രാധാന്യം നൽകണം. കർത്താവിനെ സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നൽകണം. അതാണ് പരിശുദ്ധ വചനത്തിൽ നിന്ന് കർത്താവ് ഇന്ന് നാം ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. ഷിഫ്ര പൂവ എന്ന ഇവരിലൂടെ നമുക്ക് നൽകുന്ന ഈ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം. ആ ഒരു കൃപയ്ക്കായി എവിടെ ആയിരുന്നാലും, എത്ര വലിയ അധികാരിയുടെ മുൻപിലായിരുന്നാലും കർത്താവിന്റെ ഭയത്തിൽ ജീവിക്കുവാൻ, അത് ഏറ്റു പറയുവാനുള്ള ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച്, ഒപ്പം ഇന്ന് നമുക്ക് നൽകിയ ആഹ്വാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി നന്ദി പറയുകയാണ്. കർത്താവെ, വചനത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുകയാണ്.
അങ്ങ് ഞങ്ങൾക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന ഈ മഹത് ജീവിതങ്ങളെ ഓർത്ത്, ധീരമായ ജീവിതങ്ങളെ ഓർത്ത്, വിശ്വാസം ഞങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഓരോരുത്തരെയും ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദി പറയുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായും നന്ദി പറയുന്നു ഈശോയെ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി. ഓ ഈശോയെ നന്ദി ഈശോയെ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി. ഹല്ലേലൂയ ഹല്ലേലൂയ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയൊരു സ്തുതി. ഈശോയെ നന്ദി നന്ദി ഈശോയെ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയൊരു സ്തുതി. ഞങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി ഞങ്ങളെ നയിക്കുന്ന ഈശോയെ. ോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ഹല്ലേലൂയ ഈശോയെ നന്ദി. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന നന്മകൾക്കായി, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി, അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി എല്ലാം ഈശോയെ നന്ദി പറയുകയാണ്. അങ്ങയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുന്നതിനായി കർത്താവെ നന്ദി പറയുന്നു. പരിശുദ്ധ വചനത്തിലൂടെ നൽകുന്ന ആഹ്വാനങ്ങൾക്കായി ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും നമുക്ക് നമ്മുടെ യാത്ര അടുത്ത എപ്പിസോഡുകളിലൂടെ തുടരാം. കർത്താവ് കൂടുതൽ കാര്യങ്ങൾ, അവർ ദൈവഭയത്തിൽ നിന്നുകൊണ്ട് അവരെടുത്ത നിലപാടുകൾ, തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ ഇരുന്ന് തിരുവചനത്തിൻ്റെ മുൻപിലായിരുന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. അതിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നിങ്ങൾ അനേകം പേരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. കർത്താവ് സ്ത്രീകളിലൂടെ, പരിശുദ്ധ വചനത്തിലെ സ്ത്രീകളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ ആഹ്വാനങ്ങൾ കേൾക്കുവാൻ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ആയിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനെ നിങ്ങൾ അനേകം പേരോട് പറയുക. ഒപ്പം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും നയിക്കപ്പെടുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഷെക്കേന ന്യൂസിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, അതുപോലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.